ലാസ്റ്റ് ക്ലാസ്സുകളിൽ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്തത്? ബോർ അറ്റോമിക് മോഡലാണ്. അതിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ബോറിന്റെ പോസ്റ്റുലേറ്റ്സ്, ബോറിന്റെ ഡീമെറിറ്റ്സ്, അതേപോലെ മെറിറ്റ്സ്, ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത് അല്ലേ? അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഫസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, നമുക്ക് ചുറ്റുമുള്ള അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിൽ, ഫസ്റ്റ് ഇത് ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ, ഈ യൂണിവേഴ്സിൽ മൂവ് ചെയ്യുന്ന മാറ്റർ അല്ലെങ്കിൽ മെറ്റീരിയൽസ്, രണ്ട് നേച്ചറോട് കൂടിയ മെറ്റീരിയൽസ് ആണ് ഈ യൂണിവേഴ്സിൽ മൂവ് ചെയ്യുന്ന മെറ്റീരിയൽസിന് രണ്ട് നേച്ചറാണ് ഉള്ളത്. ഒന്നാമത്തത് പാർട്ടിക്കിൾ നേച്ചർ എന്നാണ് പറയുക. പാർട്ടിക്കിൾ നേച്ചറുള്ള മെറ്റീരിയൽസ്, അതായത് അത് മൂവ് ചെയ്യുമ്പോൾ പാർട്ടിക്കിൾ നേച്ചറാണ് കാണിക്കുക. ഇനി ചില മെറ്റീരിയൽസ് ഉണ്ട്, അത് മൂവ് ചെയ്യുമ്പോൾ വേവ് നേച്ചറാണ് കാണിക്കുക. അങ്ങനത്തെ മെറ്റീരിയൽസ് ഉണ്ട്. അതായത് മൂവ് ചെയ്യുമ്പോൾ പാർട്ടിക്കിൾ നേച്ചർ കാണിക്കുന്ന മെറ്റീരിയൽസ് ഉണ്ട്, മൂവ് ചെയ്യുമ്പം വേവ് നേച്ചർ കാണിക്കുന്ന മെറ്റീരിയൽസും ഉണ്ട്. ഇനി എന്താണ് പാർട്ടിക്കിൾ നേച്ചർ കാണിക്കുന്ന മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക? അതേപോലെ വേവ് നേച്ചർ കാണിക്കുന്ന മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുക? നമുക്ക് നോക്കാം കേട്ടോ. ഞാൻ നോട്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇവിടെ സ്ക്രീനിൽ നോക്കുക. മൂവിങ് മെറ്റീരിയൽസ് ആർ ക്ലാസിഫൈഡ് ഇൻടു ടു. മൂവിങ് മെറ്റീരിയൽസ് ആർ ക്ലാസിഫൈഡ് ഇൻടു ടു. ഒന്ന് പാർട്ടിക്കിൾ നേച്ചർ മെറ്റീരിയൽസ്. എന്താണ് പാർട്ടിക്കിൾ നേച്ചർ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ? ഈസ് പൊസിഷൻ ആൻഡ് മൊമെന്റം ക്യാൻ ബി മെഷേർഡ് ആക്യുറേറ്റ്ലി അറ്റ് ദ സെയിം ടൈം. ചില മെറ്റീരിയൽസ് അല്ലെങ്കിൽ മാറ്റർ മൂവ് ചെയ്യുമ്പോൾ ഒരേ സമയം തന്നെ അതിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ലൊക്കേഷനും, അതേപോലെ മൊമെന്റം. എന്താണ് മൊമെന്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മൊമെന്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്, റെപ്രസെന്റഡ് ബൈ പി. പി ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി അല്ലേ? മൂവ് ചെയ്യുന്ന മെറ്റീരിയൽസിന് മാസ് ഉണ്ട്, അതിന്റെ വെലോസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മൊമെന്റം കിട്ടും. അപ്പം ചില മെറ്റീരിയൽ മൂവ് ചെയ്യുമ്പോൾ, യൂണിവേഴ്സിലുള്ള ചില മെറ്റീരിയൽ മൂവ് ചെയ്യുമ്പോൾ ഒരേ സമയം തന്നെ ഒരു പെർട്ടിക്കുലർ ടൈമിൽ അതിന്റെ പൊസിഷൻ, അതേപോലെ മൊമെന്റം ഒക്കെ നമുക്ക് ഇക്വേഷൻ ഓഫ് മോഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനത്തെ മൂവിങ് മെറ്റീരിയൽസിന് വിളിക്കുന്ന പേരാണ് പാർട്ടിക്കിൾ നേച്ചർ ഉള്ള മെറ്റീരിയൽസ് എന്നാണ് വിളിക്കുക. ഓക്കെ, ഇനി രണ്ടാമത്തത് വേവ് നേച്ചർ മെറ്റീരിയൽസ്. വേവ് നേച്ചറുള്ള മെറ്റീരിയൽസ് ഉണ്ട്. എന്താണത്? ഈസ് പൊസിഷൻ ആൻഡ് മൊമെന്റം കനോട്ട് ബി മെഷേർഡ് ആക്യുറേറ്റ്ലി അറ്റ് ദ സെയിം ടൈം. ഇനി ചില മെറ്റീരിയൽസ് ഉണ്ട്, അത് മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ പൊസിഷൻ, അതേപോലെ മൊമെന്റം ഒരേ സമയത്ത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റൂല. അങ്ങനത്തെ മെറ്റീരിയൽസിനെ നമ്മൾ വേവ് നേച്ചർ മെറ്റീരിയൽസ് എന്നാണ് പറയുക. അപ്പം അതിന്റെ പൊസിഷനും മൊമെന്റും നമുക്ക് ഒരേ സമയം മൂവ് ചെയ്യാൻ പറ്റൂല. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ക്രിക്കറ്റ് ബോൾ ഇങ്ങനെ മൂവ് ചെയ്യാമെന്ന് കൂട്ടുക. മൂവ് ചെയ്യുമ്പം അതിന്റെ പൊസിഷനും, അതായത് ലൊക്കേഷനും മൊമെന്റും നമുക്ക് ഒരേ സമയം തന്നെ ഇക്വേഷനോ മോഷനോ ഉപയോഗിച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷെ ചില മെറ്റീരിയൽസ് ഉണ്ട്, ഇപ്പം ഇലക്ട്രോൺ ആണെന്ന് വിചാരിക്കുക. ഇലക്ട്രോൺ നമ്മുടെ റൂമിലൂടെ ഇങ്ങനെ മൂവ് ചെയ്യാന്ന് വിചാരിക്കുക. അതിന്റെ പൊസിഷനും മൊമെന്റവും നമുക്ക് ഇക്വേഷൻ ഓഫ് മോഷൻ ഉപയോഗിച്ചിട്ട് ഒരേ സമയം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റൂല. എന്തുകൊണ്ടാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്തത്? അത് വേവ് നേച്ചറുള്ള ഒരു മെറ്റീരിയൽസ് ആണ്. ഇലക്ട്രോണ് പോലുള്ള മെറ്റീരിയൽസ് എന്താണ്? വേവ് നേച്ചറുള്ള മെറ്റീരിയൽസ് ആണ്.
അതായത് അത് വേവായിട്ടാണ് പോകുന്നത്, വേവായിട്ട്. അപ്പൊ വേവായി പോകുന്ന ഒരു മെറ്റീരിയൽസിന് എന്തുള്ളൂ? വേവ് നേച്ചറേ ഉള്ളൂ കേട്ടോ. അപ്പം ഒരു ക്രിക്കറ്റ് ബോൾ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ബസ് പോകുമ്പോൾ അതിന്റെ പൊസിഷനും മൊമെന്റും നമുക്ക് ഒരേ സമയം ഇക്വേഷൻ ഓഫ് മോഷൻ ഉപയോഗിച്ച് കണ്ടെത്താം. കാരണം ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടി ഉണ്ടാക്കിയതാണ്? പാർട്ടിക്കിൾ നേച്ചറുള്ള ഒരു മെറ്റീരിയൽസിന്റെ ഉണ്ടാക്കിയ ഇക്വേഷൻ ആണ്. അതുകൊണ്ട് പാർട്ടിക്കിൾ നേച്ചറുള്ള മെറ്റീരിയൽസിനെ നമുക്ക് ഒരേ സമയം അതിന്റെ പൊസിഷൻ മൊമെന്റും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇലക്ട്രോൺ പോലുള്ള മെറ്റീരിയൽസുകളെ ഒരേ സമയം അതിന്റെ പൊസിഷനും മൊമെന്റും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂല. കാരണം എന്താണ്? അതിന് വേവ് നേച്ചറാണ്. അപ്പൊ വേവ് നേച്ചറുള്ള ഒരു പാർട്ടിക്കിളിന്റെ പൊസിഷനും മൊമെന്റും നമുക്ക് ഇക്വേഷൻ ഓഫ് മോഷൻ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റൂല. കാരണം ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾ നേച്ചറുള്ള ഒബ്ജക്റ്റിന്റെ പൊസിഷനും മൊമെന്റും കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷനാണ്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി ഇവിടെ ശ്രദ്ധിക്കുക. നോക്കി, നമ്മളൊരു പാർട്ടിക്കിളിനെ റെപ്രസെന്റ് ചെയ്യുക എങ്ങനെയാണ് കേട്ടോ? ഒരു പാർട്ടിക്കിൾ നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുക. ഇതൊരു വേവിനെ റെപ്രസെന്റ് ചെയ്യുക. അല്ല, വേവ് നിങ്ങൾക്ക് അറിയില്ല, സൈൻ വേവ്, കോസ് വേവ് എന്നൊക്കെ പറയില്ലേ കേട്ടോ? വേവ് നോക്കി, ഇങ്ങനെയാണ് ഒരു വേവ്. അപ്പോൾ ഇലക്ട്രോൺ ഒരു പാർട്ടിക്കിൾ ആണെന്ന് വിചാരിക്കുക, അതിനെ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. അത് വേവ് ആണെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. നോക്കി കേട്ടോ, ഇവിടെ ശ്രദ്ധിക്കുക. ഇതിനെ ഞാൻ വലുതാക്കി കാണിച്ചതാണ്. നോക്കി, ഇങ്ങനെയാണ് നമ്മൾ വേവിനെ റെപ്രസെന്റ് ചെയ്യുക. നോക്കി, ഇങ്ങനെ ഉണ്ടല്ലോ. നോക്കി അല്ലെ, ഇവിടെ ഒരു ഉയർന്ന ഭാഗമുണ്ട്, അല്ലെ, ക്രസ്റ്റ് എന്ന് പറയും. അതേപോലെ ഇവിടെ ട്രഫ് എന്ന് പറയും. അതേപോലെ ഇതും ക്രസ്റ്റ് ആണ്. അപ്പൊ ഇത് കണ്ടിന്യൂസ് ആയി ഇങ്ങനെ പോവാണ്. അപ്പൊ ഒരു വേവിന്റെ ഒരു ചെറിയൊരു ഭാഗമാണ് നമ്മൾ എടുത്തത് കേട്ടോ. നോക്കി, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അഡ്ജസന്റ് ഇത് ക്രസ്റ്റ് ആണ്, ഇതും ക്രസ്റ്റ് ആണ്. അപ്പൊ അഡ്ജസന്റ് ക്രസ്റ്റിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ എന്താ വിളിക്കുക? വേവ് ലെങ്ത് എന്നാണ് വിളിക്കുക, വേവ് ലെങ്ത്. അതേപോലെ ഇത് എന്താണ്? ട്രഫാണ്. അതേപോലെ അഡ്ജസന്റ് ട്രഫുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെ അതിന് നമ്മൾ വേവ് ലെങ്ത് എന്നാണ് വിളിക്കുക. അതൊന്നും ഇവിടെ ആവശ്യമില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. നോക്കി, വേവ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ കറക്റ്റ് പൊസിഷനും മൊമെന്റും നമുക്ക് പറയാൻ പറ്റൂല. നോക്കി, ഇപ്പൊ നോക്കി, ഇവിടെ ക്രസ്റ്റ് അല്ലേ? ഇപ്പൊ ഇവിടെ നോക്കി, ഈ ഉയർന്ന ഭാഗത്ത് ഇലക്ട്രോണിന്റെ പൊസിഷൻ, അല്ലെങ്കിൽ ഇലക്ട്രോണിന്റെ പൊസിഷൻ എന്നല്ല നമ്മൾ പറയാ, വേവ് നേച്ചറുള്ള പാർട്ടിക്കിളിന്റെ നമ്മൾ പൊസിഷൻ എന്നല്ല പറയാ, പ്രൊബബിലിറ്റി എന്നാ പറയാം. പ്രൊബബിലിറ്റി. അപ്പൊ ഇവിടെ ഇലക്ട്രോണിന്റെ പ്രൊബബിലിറ്റി കൂടുതലാണ്, ഇവിടെ 0 ആണ്. നമ്മൾ ഇങ്ങനെ ഒരു എക്സ് ആക്സിസ് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ, ഒരു ലൈൻ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ, ഇവിടെ പൊങ്ങിയ ഭാഗമാണ്. അപ്പൊ ഇവിടെ ഇലക്ട്രോണിന്റെ പ്രൊബബിലിറ്റി കൂടി ഇവിടെ മാക്സിമം ആണ്. വീണ്ടും കുറഞ്ഞു വന്ന് ഇവിടെ 0 ആണ്. വീണ്ടും കൂടി വന്ന് നെഗറ്റീവിലോട്ട് കൂടി വന്ന് ഇവിടെ മാക്സിമായി, പിന്നെ മിനിമായി. അപ്പൊ ചില സ്ഥലത്ത് ഇലക്ട്രോണിന്റെ പ്രൊബബിലിറ്റി അല്ലെങ്കിൽ പൊസിഷൻ കൂടുതലാണ്, അതായത് ഇലക്ട്രോണിനെ കണ്ടുമുട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ചില സ്ഥലത്ത് കുറവാണ്. അങ്ങനെയൊക്കെയാണ്. അതായത് കറക്റ്റ് ആയിട്ട് നമുക്ക് ഇങ്ങോട്ട് പറയാൻ പറ്റൂല. കറക്റ്റ് പൊസിഷനും മൊമെന്റും നമുക്ക് പറയാൻ പറ്റൂല കേട്ടോ. പക്ഷെ ഇത് നോക്കി, ഇലക്ട്രോൺ ഇങ്ങനെ പാർട്ടിക്കിളായിട്ട് മൂവ് ചെയ്യാൻ നോക്കുക. അപ്പം ഇത് ഇങ്ങനെ മൂവ് ചെയ്യുകയാണെങ്കിൽ, ഇങ്ങനെ പോവുകയാണെങ്കിൽ, അതായത് ക്രിക്കറ്റ് ബോൾ പോലെ പോവുകയാണെങ്കിൽ അതിന്റെ കറക്റ്റ് പൊസിഷനും മൊമെന്റും നമുക്ക് ഏത് സമയം ഒരേ സമയം തന്നെ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. പക്ഷെ ഇങ്ങനെ പോവുകയാണെങ്കിൽ വേവ് പോലെയാണ് ഇലക്ട്രോൺ പോകുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ഇലക്ട്രോൺ പോകുന്നത് പാർട്ടിക്കിൾ ആയിട്ടില്ല, എന്തായിട്ടാണ് പോകുന്നത്? വേവ് ആയിട്ടാണ് പോകുന്നത്. വേവ് നേച്ചർ കാണിക്കുന്ന ഒരു മെറ്റീരിയൽസ് ആണ്. അതുകൊണ്ട് ഇങ്ങനെയാണ് അത് പോകുന്നത്. അപ്പോൾ ഒരേ സമയം കറക്റ്റ് പൊസിഷനും മൊമെന്റും. അപ്പൊ വേവായി പോവുകയാണെങ്കിൽ അതിന്റെ കറക്റ്റ് പൊസിഷനും മൊമെന്റും നമുക്ക് ഒരേ സമയം മെഷർ ചെയ്യാൻ പറ്റില്ല കേട്ടോ. പക്ഷെ നമുക്ക് എന്ത് മെഷർ ചെയ്യാം? വേവ് ലെങ്ത് മെഷർ ചെയ്യാം കേട്ടോ. വേവ് നേച്ചറുള്ള മെറ്റീരിയൽസിന്റെ വേവ് ലെങ്ത് നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അതായത് ഇത്ര ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് ചുറ്റുമുള്ള മെറ്റീരിയൽസ്, മൂവ് ചെയ്യുന്ന മെറ്റീരിയൽസ്, രണ്ട് നേച്ചറോട് കൂടിയ മെറ്റീരിയൽസ് ആണ് നമുക്ക് ചുറ്റുമുള്ളത് മൂവ് ചെയ്യുന്നത്. ഒന്നെന്താണ്? പാർട്ടിക്കിൾ നേച്ചറുള്ള മെറ്റീരിയൽ. എന്താണ് പാർട്ടിക്കിൾ നേച്ചറുള്ള മെറ്റീരിയൽസ്? ഇതാണ് നമ്മൾ ജനിച്ചത് മുതൽ നമ്മൾ കാണുന്നത് പാർട്ടിക്കിൾ നേച്ചറുള്ള മെറ്റീരിയൽസ് ആണ്. അതായത് അതിൻ്റെ പൊസിഷനും
അത് മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ പൊസിഷനും മൊമെൻറ്റും നമുക്ക് ഒരേ സമയം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ഒരു ക്രിക്കറ്റ് ബോൾ, ഒരു ഫാസ്റ്റ് ബൗളർ ഒരു ക്രിക്കറ്റ് ത്രോ ചെയ്യുമ്പോൾ, എറിയുമ്പോൾ എനി ടൈമിൽ ഒരേ സമയം തന്നെ അതിൻ്റെ പൊസിഷനും മൊമെൻറ്റും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും ബൈ യൂസിങ് ഇക്വേഷൻ ഓഫ് മോഷൻ. പക്ഷേ ഒരാൾ ഒരു ഇലക്ട്രോണിനെ ത്രോ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പൊസിഷനും മൊമെൻറ്റും നമുക്ക് ഒരേ സമയം ഡിറ്റർമിൻ ചെയ്യാൻ പറ്റൂല. കാരണം അത് വേവ് നേച്ചർ പാർട്ടിക്കിളാണ്. വേവ് നേച്ചറുള്ള പാർട്ടിക്കിളിൻ്റെ മൊമെൻറ്റോ പൊസിഷനോ ഒരിക്കലും ഒരേ സമയത്ത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റൂല. പക്ഷെ വേവ് ലെങ്ത് മെഷർ ചെയ്യാൻ പറ്റും. വേവ് നേച്ചറുള്ള മെറ്റീരിയൽസിന് നമ്മൾ എന്താ മെഷർ ചെയ്യുക, വേവ് ലെങ്ത് ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യുന്നത് ഒരു സയന്റിസ്റ്റാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇനിയുള്ള സ്റ്റഡിയൊക്കെ നമ്മൾ പറയാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുവരെ നമ്മൾ ലോകം അറിയപ്പെട്ടതിൽ വെച്ച് പ്രധാനപ്പെട്ട ഒരു സയന്റിസ്റ്റ് ആയിരുന്നു നീൽസ് ബോർ. ആ ബോറിന്റെ അറ്റോമിക് മോഡലാണ് നമ്മൾ പഠിച്ചത്. പക്ഷെ അദ്ദേഹത്തിന് കുറേ ഡ്രോബാക്ക് ഉണ്ട്, ലിമിറ്റേഷൻ ഉണ്ട്. ഈ ലിമിറ്റേഷൻ ഉണ്ടായത് എന്തുകൊണ്ടാണ്, എങ്ങനെ നമ്മൾ അത് തരണം ചെയ്യുക, അതായത് ആറ്റങ്ങളുടെ പ്രോപ്പർട്ടീസ്, മൾട്ടി ഇലക്ട്രോൺ ആറ്റത്തിന്റെ എനർജി, അതേപോലെ ആറ്റത്തിന്റെ ബോണ്ടിങ് സ്ട്രക്ചർ ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റാത്തത്? അതിന് വേണ്ടിയിട്ട് കുറേ സയന്റിസ്റ്റ് ട്രൈ ചെയ്തു. എന്താണ് അതിന് കാരണം? അപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം. ബോർ കരുതിയത് ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ടിക്കിൾ നേച്ചർ ഉള്ള ഒരു മെറ്റീരിയൽസ് ആണ് എന്നാണ് ബോർ കരുതിയത്. റൂദർഫോർഡും അങ്ങനെയാണ് കരുതിയത്. അതുകൊണ്ട് ഇക്വേഷൻ ഓഫ് മോഷൻ ഉപയോഗിച്ചിട്ടാണ് ബോർ എന്ത് ചെയ്ത് കണ്ടെത്തിയത്, ഇലക്ട്രോണിന്റെ എനർജി, അതിൻ്റെ പൊസിഷൻ ഒക്കെ കണ്ടെത്തിയത് ഇക്വേഷൻ ഓഫ് മോഷൻ ഉപയോഗിച്ചിട്ടാണ്. അതായത് ഒന്നാമത്തെ ഓർബിറ്റിലൂടെ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നു, രണ്ടാമത്തെ ഓർബിറ്റിലൂടെ മൂവ് ചെയ്യുന്നു. ഒരു പെർട്ടിക്കുലർ ടൈമിൽ അത് ഒന്നാമത്തെ ഓർബിറ്റൽ ഉണ്ടാവും, പെർട്ടിക്കുലർ ടൈമിൽ രണ്ടാമത്തെ ഓർബിറ്റൽ ഉണ്ടാവും. അതൊക്കെ പറഞ്ഞത് ഇക്വേഷൻ ഓഫ് മോഷൻ ഉപയോഗിച്ചിട്ടാണ്. അതായത് ഇലക്ട്രോൺ പാർട്ടിക്കിൾ ആണ് എന്നാണ് അദ്ദേഹം വിചാരിച്ചത് കേട്ടോ. പക്ഷെ പാർട്ടിക്കിൾ ആണെന്ന് വിചാരിച്ചപ്പോൾ അദ്ദേഹത്തിന് ഹൈഡ്രജന്റെ കേസിൽ കറക്റ്റായി, പക്ഷെ മറ്റുള്ള ആറ്റങ്ങളുടെ കേസിൽ കറക്റ്റ് അല്ല. അതേപോലെ ബോണ്ടിങ്ങോ ആറ്റത്തിന്റെ ഷേപ്പോ അദ്ദേഹത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ്ങിലാണ് സയന്റിസ്റ്റ് കേട്ടോ. അങ്ങനെ കുറേ സയന്റിസ്റ്റുകൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ എക്സ്പെരിമെന്റുകൾ, കുറേ തിയറികളൊക്കെ ഉണ്ടാക്കി. അങ്ങനെ വന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സയന്റിസ്റ്റ് ആണെന്ത്, ഡി ബ്രോഗ്ലി എന്ന് പറയും. ഡി ബ്രോഗ്ലി കേട്ടോ. അദ്ദേഹം ഒരു ഹൈപ്പോത്തിസിസ് ഉണ്ടാക്കി. എന്താ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറേ എക്സ്പെരിമെന്റ് നടത്തിയിട്ട് കിട്ടുന്ന ചില കൺക്ലൂഷൻസ് ആണ് കേട്ടോ ഹൈപ്പോത്തിസിസ്. ജനറൽ സ്റ്റേറ്റ്മെന്റ്സ് കേട്ടോ. ജനറൽ സ്റ്റേറ്റ്മെന്റ് എന്നല്ല, അദ്ദേഹം കുറേ എക്സ്പെരിമെന്റ് ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന് കിട്ടിയ ചില റിസൾട്ടുകളാണ്. അപ്പൊ ഡി ബ്രോഗ്ലി ഹൈപ്പോത്തിസിസ് എന്ന് പറയും, അല്ലെങ്കിൽ ഡി ബ്രോഗ്ലി റിലേഷൻ എന്ന് പറയും, ഓർ ഡുവൽ നേച്ചർ ഓഫ് മാറ്റർ എന്ന് പറയും. ഡുവൽ നേച്ചർ ഓഫ് മാറ്റർ എന്ന് പറയും കേട്ടോ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, എന്താണ് ഡി ബ്രോഗ്ലി ഹൈപ്പോത്തിസിസ് നമുക്ക് നോക്കാം. All moving matter or material behave as particle as well as wave. All moving matter or material behave as particle as well as wave. This is called de Broglie hypothesis. ഇദ്ദേഹം പറയുന്നതാണ്, മൂവ് ചെയ്യുന്ന എല്ലാ മെറ്റീരിയൽസിനും എന്ത് നേച്ചർ ഉണ്ട്, പാർട്ടിക്കിൾ നേച്ചർ ഉണ്ട്, വേവ് നേച്ചർ ഉണ്ട്. ഒരേ സമയം തന്നെ എന്തുണ്ട്, പാർട്ടിക്കിൾ നേച്ചർ ഉണ്ട്, വേവ് നേച്ചർ ഉണ്ട്. അപ്പൊ ഞാൻ നേരത്തെ എന്താ പറഞ്ഞത്, ചില പാർട്ടിക്കിളിന് വേവ് നേച്ചർ ഉണ്ട്, ചില പാർട്ടിക്കിളിന് പാർട്ടിക്കിൾ നേച്ചർ ഉണ്ട്. പക്ഷെ ഇദ്ദേഹം പറയാണ് എല്ലാ പാർട്ടിക്കിളിനും എന്തുണ്ട്, വേവ് നേച്ചർ ഉണ്ട്, പാർട്ടിക്കിൾ നേച്ചർ ഉണ്ട്. വേവ് നേച്ചർ ഉണ്ട്, പാർട്ടിക്കിൾ നേച്ചർ ഉണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ പറയാം. ഓക്കെ.